ജോസഫ് ആദ്യം എഴുതിയത് മമ്മൂട്ടിക്ക് വേണ്ടിയാണെന്നത് അങ്ങനെ മമ്മൂട്ടിയുടെ മനസ്സിൽ കണ്ട എഴുതിയ അല്ല അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പം പക്ഷെ ഞാനത് കഥ മമ്മൂക്ക കേട്ടിട്ടില്ല ആക്ച്വലി. പുള്ളിയുടെ ഇതുണ്ട് ജോർജ് എന്ന് പറയുന്നത്, അദ്ദേഹമാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ വലിച്ചു നീട്ടി പറയാതെ ഷോർട്ടായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞാനത് എഴുതിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു വൺലൈൻ. അങ്ങനെ പോയി വൺലൈൻ എഴുതിക്കൊണ്ട് വന്നു. പക്ഷെ പിന്നീട് അത് സംസാരിക്കാനോ കാണാനോ പറ്റിയില്ല. അങ്ങ് പോയി. പിന്നെ ഈ ഐഡിയ ജോർജിന്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് കുറെ കൂടെ ഫ്രീഡം കിട്ടി. നമുക്ക് ആവുന്നതിനേക്കാളും വേറെ ഫ്രീഡത്തിൽ ഈ കഥ എഴുതാൻ പറ്റുന്നുള്ളത്. ഈ നായാട്ടിലോട്ട് വരുമ്പോൾ മാർട്ടിൻ ബ്രക്കാട്ടിൻ്റെ സംവിധാനമാണല്ലോ, അതുപോലെ തന്നെ ഷാഹിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ഈ സീനുണ്ട്, ഒരു സീനുണ്ട് ഈ മറ്റേ ആ യുവാവ് വന്നിട്ട് മറ്റേ മുറുക്കാൻ തുപ്പുന്നൊരു സീനുണ്ടല്ലോ. അപ്പോൾ ജോജു ഒന്ന് തുടയ്ക്കാൻ പറയുന്ന സീൻ. അപ്പോൾ അത് മാർട്ടിൻ ബ്രക്കാട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കാരണം മാർട്ടിൻ ബ്രക്കാട്ട് എല്ലാം ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ആക്ടേഴ്സ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതായത് രസകരമായ ഇതായിട്ട് പറയുകയാണെങ്കിൽ ദിനേഷിനെ ആർക്കും അറിയില്ല, പുതിയ കാസ്റ്റാണ്. അതെ അതെ അതെ. രണ്ടാമത്തെ സെറ്റ് വരുമ്പോൾ അടിച്ചേരം പറഞ്ഞു നീ എല്ലാവരും ഒന്ന് പേടിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് ടെറർ ഒന്ന് കാണുന്നു പറഞ്ഞു. വേട്ടം അച്ഛൻ അവിടെ കയറി വന്ന് എല്ലാവരും. അപ്പൊ ആൾക്കാർക്ക് ഇത് ആരാണ് ഈ സെറ്റ് വന്നിട്ട്, പക്ഷെ എല്ലാവരും പേടിച്ചു പോയി എന്ന് പറയുന്ന രസകരമായ സാധനമാണ്. അപ്പോൾ മടിച്ചൻ അങ്ങനെ ഡീറ്റെയിൽ ചെയ്തോ, പുതിയ ആർട്ടിസ്റ്റാണ്. പിന്നെ എല്ലാം മടിച്ചനും വളരെ നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. പുള്ളി ഡ്രാമ അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നുകൊണ്ട് അങ്ങനത്തെ കൊറിയോഗ്രഫിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്.